സ്വാഗതം ശർമ്മജി. നമസ്കാരം. നമുക്ക് കത്ത് വന്നിരിക്കുന്നത് ഗുരുവായൂരിൽ നിന്നാണ്. ദേവയാനിയാണ് കത്ത് അയച്ചിരിക്കുന്നത്. ദേവയാനി പറഞ്ഞിരിക്കുന്നത്, മകന് വേണ്ടിയിട്ടാണ് ഞാൻ കത്ത് അയക്കുന്നത്. നല്ല ജോലിയും മറ്റു ചുറ്റുപാടുകളും എല്ലാം ഉണ്ട്. വയസ്സ് 32 വിവാഹം ഇതുവരെയും ആയിട്ടില്ല. ആലോചനകളൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഇണങ്ങിയതൊന്നും വരുന്നില്ല. എന്താണ് തടസ്സ കാരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ജാതകത്തിൽ തന്നെയല്ല, വളരെ അപൂർവമായി എന്നാൽ ഇപ്പോൾ സർവ്വസാധാരണമായും കണ്ടുവരുന്നുണ്ട്. ശനിപുത്രനായ ഗുളികൻ്റെ ദോഷം കൊണ്ട് വിവാഹത്തിന് തടസ്സമോ, വിവാഹം വേണ്ട എന്നുള്ള തീരുമാനമോ, അല്ലെങ്കിൽ വാർദ്ധക്യ വിവാഹമോ, അല്ലെങ്കിൽ ഹ്രസ്വകാല വിവാഹ ജീവിതമോ, അല്ലെങ്കിൽ ആർഭാടങ്ങളും ഒന്നുമില്ലാതെ ലളിതമായ തോതിൽ ഒരു രജിസ്റ്റർ വിവാഹം, ഇങ്ങനെയൊക്കെയുള്ള രീതികളിലേക്ക് കണ്ടുവരുന്നുണ്ട്. കാരണം ശനിപുത്രനായ ഗുളികൻ ഇണകളുടെ ജനിച്ച ലഗ്നത്തിൻ്റെ 7ാം ഭാവത്തിൽ നിന്നാൽ, അത് സ്ത്രീക്കായാലും പുരുഷനായാലും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഏവർക്കും അതിൻ്റെ ഫലമുണ്ട്. പഠിത്തം, ജോലി, ശമ്പളം, അതിനേക്കാളുപരി സാമ്പത്തിക ഭദ്രത, സൗന്ദര്യം, ആരോഗ്യം, കുടുംബക്കാർ തമ്മിലുള്ള കൾച്ചർ, സംസ്കാരം, അതുപോലെ തന്നെ മനോധർമ്മം, അതുപോലെ തന്നെ യഥാസമയത്ത് യഥാകാലം ആ പ്രായത്തിന് തക്കവണ്ണം വിവാഹ കാലഘട്ടത്തിൽ ഇന്ന സമയത്ത് വിവാഹം കഴിക്കണം, ഇന്ന സമയത്ത് കുട്ടി ഉണ്ടാവണം, ഇന്ന സമയത്ത് ജീവിക്കണം എന്നൊക്കെ ഒരു കണക്കുണ്ട്. ആ കണക്കുകളൊന്നും പെടാതെയും ഇങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം കൂടെ ഒത്തു കിട്ടാനായിട്ട്, അല്ലെങ്കിൽ മനസ്സിന് ഇണങ്ങിക്കിട്ടാൻ പാടുപെടുന്നതാണ് ഏഴിൽ ഗുളികൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുറ്റമല്ല, ഗുളിക ദോഷം കൊണ്ട് ഇണങ്ങിക്കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിലും വിവാഹം നടക്കാത്ത ആളുകളാണ് ഈ ഗുളികൻ വരുന്നത്. അതായത് ഒന്നുമല്ല, പഠിത്തം ഡിഗ്രി തത്തുല്യമായിട്ട് വേണം എന്നുള്ള ഒരു കർക്കശം വരുമ്പോൾ, ആ കർക്കശം അനുസരിച്ചുള്ള ഡിഗ്രി ഉള്ളവർ കിട്ടിയെന്ന് വരികയില്ല. ഉദ്യോഗത്തിനനുസരിച്ച് ഉള്ള ഉദ്യോഗം വേണം. പെൺകുട്ടികൾക്കാണെങ്കിൽ അതനുസരിച്ചുള്ള ഉദ്യോഗമുള്ള പയ്യൻ വേണം. പയ്യനാണെങ്കിൽ അതനുസരിച്ചുള്ള ഉദ്യോഗമുള്ള പെൺകുട്ടി വേണം. അതിനനുസരിച്ചുള്ള ഡിഗ്രി വേണം. കാഴ്ചയിൽ ഹൈറ്റ്, വെയ്റ്റ്, സൗന്ദര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഏതാണ്ടൊക്കെ ഒത്തുകിട്ടണം. അതുപോലെ ജാതി, മതം, വർഗം, വർണ്ണം, കൾച്ചർ, ഇങ്ങനെയുള്ളത് ഒത്തുകിട്ടണം. സമ്പത്ത് അതിപ്രധാനമായിട്ട് ഒത്തുകിട്ടണം. ശമ്പളം ഒത്തുകിട്ടണം. ഇങ്ങനെ ഒത്തുകിട്ടുന്നില്ലെങ്കിലാണ് കിട്ടുന്നിടം വരെ നീണ്ടു പോകുന്നത്. അങ്ങനെ എല്ലാം കൂടെ ഒത്തു കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വൈതരണികൾ വരും. ചുരുക്കത്തിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ, ജനിച്ച ലഗ്നത്തിൻ്റെ 7ാം ഭാവത്തിലോ ചന്ദ്രലഗ്നത്തിൻ്റെ 7ാം ഭാവത്തിലോ വിവാഹകാരകൻ ശുക്രൻ നിൽക്കുന്നതിൻ്റെ കൂടെയോ അതിൻ്റെ 7ാം ഭാവത്തിൽ ഇണയുടെ സ്ഥാനത്തോ ശനിപുത്രനായ ഗുളികൻ നിന്നാൽ ഈ വക യോഗ്യതകൾ എല്ലാം ഇണങ്ങിക്കിട്ടാൻ നന്നേ പാടുപെടുകയോ ചെയ്യും. അഥവാ ഒത്തുകിട്ടിയാൽ അത് അധികം കാലം ഡ്യൂറേഷൻ നിൽക്കുന്നതല്ല. ആയതിനാൽ വിട്ടുവീഴ്ചകളിലൂടെ മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ എന്നാണ്. പ്രായത്തിലോ ശമ്പളത്തിലോ ജോലിയിലോ സൗന്ദര്യത്തിലോ അല്ലെങ്കിൽ ജാതിയിലോ മതത്തിലോ എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ ചെയ്താൽ മിക്കവാറും മൂലം, പൂരാട, ഉത്രാടം ആദ്യത്തെ 15 നാഴിക ധനുരാശിക്കാർക്ക് 2026 മെയ് ജൂണിനകമായിട്ട് വിവാഹം നടക്കാനുള്ള യോഗമുണ്ട്. വിട്ടുവീഴ്ചകൾ ചെയ്തില്ലെങ്കിൽ വീണ്ടും നീണ്ടുപോകാം. അതുപോലെ തന്നെ പരിവ്രാജക യോഗം, ചതുർഗ്രഹ യോഗം, ബ്രഹ്മചാരിണീ യോഗം, സന്യാസ യോഗം, അർദ്ധസന്യാസി യോഗം, ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹനിലകളുണ്ട്. അതിനകത്ത് ഗുളികൻ 7 തന്നെ വേണമെന്നില്ല. 4 ഗ്രഹങ്ങൾ ജനിച്ച ലഗ്നത്തിലും 2ലും 12ലും 7ലും 8ലുമായി നിൽക്കുന്ന അപൂർവം
ചില യുവതികൾക്ക് അവർക്ക് പഠിത്തം കാണും, ഉദ്യോഗം കാണും, സൗന്ദര്യം കാണും, അത്യാവശ്യം ജീവിക്കേണ്ട എല്ലാ മുതലുകളും കാണും, മാതാപിതാക്കൾ കാണും, എല്ലാം കാണും. പക്ഷേ എല്ലാം ആലോചിച്ച് പഠിത്തം, സൗന്ദര്യം, ജോലി, ശമ്പളം, കൃത്യനിഷ്ഠ, വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ, മാതാപിതാക്കൾ, അമ്മായിമ്മയുള്ള സ്ഥലമാണോ, നാത്തൂനുള്ള സ്ഥലമാണോ, മറ്റ് സ്വന്തമായ വീടുണ്ടോ, ലക്ഷങ്ങൾ കോടികൾ ഡെപ്പോസിറ്റ് ഉണ്ടോ, ഇങ്ങനെയുള്ള ക്രിട്ടിസൈസ് ചെയ്തുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഒരുമാതിരിപ്പെട്ട ബന്ധങ്ങളൊക്കെ അകന്നു പോകും. ഇതെല്ലാം കൂടെ തികഞ്ഞ് നിങ്ങൾ ഒരാശാരി എടുത്ത് ഉണ്ടാക്കിക്കൊള്ളാൻ പറയും. പിന്നെ ഇല്ല, ഉത്തരയില്ല. അഥവാ ഇണങ്ങി വന്നാൽ ഈ വരുന്ന ആളിന്, സ്ത്രീയായാലും പുരുഷനായിരുന്നാലും, പെട്ടെന്ന് തന്നെ മറ്റൊരു വിവാഹം ഉറയ്ക്കും, കുറേ കൂടെ ഇണങ്ങിയത്. അങ്ങനെ 10, 20, 30, 40, 50, 100 കണക്കിന് ആലോചനകൾ വന്ന് കറങ്ങി അങ്ങ് പോവും. വരുന്നവർക്ക് ആലോചന, വേറെ വിവാഹം നടന്നു പോവുകയും ചെയ്യും. ഇങ്ങനെയുള്ള ആളുകൾ ഏതെങ്കിലും വസ്തു വിൽക്കാൻ തടസ്സമുണ്ടെങ്കിൽ അവിടെ ഒന്ന് പ്രവേശിച്ചാൽ മതി, ആ വസ്തു വിറ്റുപോകും. ഏതെങ്കിലും വണ്ടിയോ മറ്റെന്തെങ്കിലും ജംഗമങ്ങളോ വിൽക്കാൻ തടസ്സമുണ്ടെങ്കിൽ ഇവരൊന്ന് ടച്ച് ചെയ്താൽ മതി, അത് വിറ്റുപോകും. കാരണം പിന്നെ അത് അവരുമായിട്ട് ബന്ധം ഉണ്ടാവുന്നില്ല. അങ്ങനെ ചില അപകടങ്ങളുണ്ട്. പരിവ്രാജക യോഗം, ചതുർഗ്രഹ യോഗം, ഇങ്ങനെയുള്ള യോഗമുള്ള പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ആ ദോഷങ്ങൾ കൂടുതലായിട്ട് കാണുന്നത്. അവർക്ക് വിവാഹ ജീവിതത്തോട് വിമുഖതയോ വിദ്വേഷമോ അല്ലെങ്കിൽ ശാരീരിക പക്വതക്കുറവുകളോ മറ്റേതെങ്കിലുമൊക്കെ വരും. ഇത് ഏഴിൽ ഗുളികനാണ്. വിട്ടുവീഴ്ചകൾ ചെയ്താൽ 2026 മെയ് ജൂണിനകം കല്യാണം നടന്നിരിക്കും, ഉറപ്പാണ്. വിട്ടുവീഴ്ചകൾ അവനവൻ തന്നെ തീരുമാനിക്കണം. ഈ പറഞ്ഞ പോലെ പഠിത്തം, ഡിഗ്രി, അതുപോലെ ജോലി, സമ്പത്ത്, സൗന്ദര്യം എല്ലാം കൂടെ ഇണങ്ങി, കൾച്ചർ, ഇതെല്ലാം ജാതി, മതം, ഉപജാതികൾ ഇതെല്ലാം ഇണങ്ങി കിട്ടാൻ പാടാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ഒത്തു കിട്ടും, ബാക്കി കാര്യങ്ങളിൽ വിട്ടുവീഴ്ചകൾ ചെയ്യണം. ഇത് ഒരാൾക്ക് മാത്രമുള്ള കത്തല്ല. ഇതുപോലെ ഈ ഗുളിക ദോഷങ്ങളും പരിവ്രാജക യോഗങ്ങളും അതുപോലെ സന്യാസ യോഗങ്ങൾ, അതുപോലെ തന്നെ അല്പദാമ്പത്യ യോഗങ്ങൾ, ഇങ്ങനെയുള്ള 2 വിവാഹം 3 വിവാഹ യോഗങ്ങളുള്ള ജാതകങ്ങളുണ്ട്. അതിലാദ്യത്തെ വിവാഹത്തിന് എല്ലാം പൊരുത്തമെല്ലാം നോക്കി നടത്തി, പക്ഷേ അത് ഡിവോഴ്സായി. എല്ലാ പൊരുത്തവും നോക്കിയിട്ട് ഡൈവോഴ്സ് ആയല്ലോ. 3 കല്യാണ യോഗം ഉണ്ടെങ്കിൽ ആദ്യത്തെ ഡൈവോഴ്സ് ആവാതെ എങ്ങനെയാണ് ബാക്കി 2, 3 ഒക്കെ നടക്കുന്നത്? ചുരുങ്ങിയ പക്ഷം 2 വിവാഹ യോഗമുണ്ടെങ്കിൽ ഏത് വിവാഹത്തിനാണ് ഡ്യൂറേഷൻ, കാലദൈർഘ്യം കൂടുതൽ എന്ന് നോക്കിയിട്ട് അതിനു വേണ്ട കാലം വരെ ഒന്നുമല്ലേ അവിവാഹിതനായി അല്ലെങ്കിൽ അവിവാഹിതയായി കാത്തിരുന്നതിന് ശേഷം വിവാഹം നടത്തുന്നതാണ് നല്ലത്, ആ പീരീഡ് കഴിഞ്ഞിട്ട്. അതുകൊണ്ടാണ് എല്ലാവിധ ഭാഗ്യങ്ങളുണ്ടെങ്കിലും ചിലരുടെ കല്യാണത്തിന് അമാന്തം വെക്കുന്നത്. കാരണം ദോഷങ്ങളുണ്ട്. ആ സമയത്ത് നടത്തിയ 3 കൊല്ലത്തിൽ കൂടുതൽ, അല്ലെ 2 കൊല്ലം, അല്ലെ 1 കൊല്ലത്തിൽ കൂടുതലൊന്നും ആ ബന്ധം നിലനിൽക്കുന്നതല്ല, ഡിവോഴ്സാവും, അല്ലേ അപകടം, അല്ലേ രോഗം, അല്ലേ മരണം, മറ്റേതെങ്കിലും അവസ്ഥകൾ, അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിലേക്ക് വേറെ ഏതെങ്കിലും യുവതീ യുവാക്കളുടെ കടന്നുവരവ് ഇപ്രകാരം വന്ന് അത് കോലാഹലമാവും. പുനർഭൂയോഗം കൂടെ കാണും. പുനർഭൂ എന്ന് പറഞ്ഞാൽ പുനർവിവാഹയോഗം. അങ്ങനെ ഉള്ളപ്പോൾ അതിനായിരിക്കും കൂടുതൽ സാധ്യത. അപ്പോൾ ഏത് ബന്ധത്തിനാണ് കാലദൈർഘ്യം കൂടുതൽ അവിടം വരെ കാത്തിരിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാഹം നടത്തുകയോ ആണ് നല്ലത്. അപ്പോൾ വിട്ടുവീഴ്ചകൾ ചെയ്താൽ 2026 മെയ് ജൂണിനകം ഇദ്ദേഹത്തിൻ്റെ കല്യാണം നടന്നിരിക്കും. വിട്ടുവീഴ്ചകളിൽ പ്രധാനപ്പെട്ടത് മതം, ജാതി, വർഗം, ഗോത്രം, കൾച്ചർ, ഉദ്യോഗം, ശമ്പളം, സൗന്ദര്യം, ആരോഗ്യം, ഇത്രയും കാര്യങ്ങൾ ഒത്തുകിട്ടാനുള്ള പാടാണ്. എവിടെയാണ് കുഴപ്പം എന്നുള്ളത് വരുന്നത് നോക്കുക. നമുക്ക് എല്ലാ യോഗങ്ങളും ഇതിനകത്ത് ഗുണങ്ങളും ഉണ്ടെങ്കിൽ വരുന്ന ആലോചന എല്ലാം ഇത് തികഞ്ഞു ഒന്നുമല്ല സമ്പത്ത് കുറഞ്ഞ കുട്ടിയായിരിക്കും. അതിനകത്തങ്ങ് കണ്ണടച്ചേക്കുക. സമ്പത്തൊക്കെ ദൈവം തരുന്നതാണ്, പിന്നീട് ഉണ്ടാകാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒരാൾക്കൊരു ജീവിതം കൊടുക്കുന്നെങ്കിൽ സമ്പത്തിനെ നോക്കിയോ അല്ലെ ഉദ്യോഗം നോക്കിയോ മാത്രം വിവാഹം മാറ്റിവെക്കരുത്, അങ്ങ് നടത്തുക. ബാക്കി എല്ലാ ഭാഗ്യങ്ങളും ദൈവം തമ്പുരാൻ തന്നിരിക്കും. അതുകൊണ്ട് വിവാഹമൊക്കെ നടക്കും വരുന്ന മെയ്ക്കകം. നന്ദി, നമസ്കാരം.